ഹായ് ഗൈസ്, എൻ്റെ മറ്റേ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അമ്മാമ്മ വീട്ടിലെ കുഞ്ഞു ചെടികളായിട്ടുള്ളായിരുന്ന വീഡിയോ ആണ്. ഇപ്പോൾ ആ ചെടികൾ വളർന്നിട്ടുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ടെറസിൽ പോവാം. ഇപ്പം അമ്മ വീട്ടിലാണ് നിൽക്കുന്നത്. ടെറസിലെയും എനിക്കിന്ന് അറിയാൻ പാടില്ല, മുറ്റത്തുള്ള എനിക്ക് കാണാൻ പറ്റും. നമുക്ക് ടെറസിൽ നോക്കാം. ഇത് നല്ലൊരു ചെറിയൊരു വ്യൂ വന്നിട്ടുണ്ട്, ചെറുതായിട്ട് വന്നിട്ടുള്ളൂ. ഇനി മേലെ വെയിലാവുമ്പോൾ കൂടെയാണ് വരുന്നത്. അപ്പം നമുക്കിനി ചെടി കാണാം. ഇവിടെ ഓരോ ഉണ്ട്. ഈ പുല്ല് പോലത്തെ ചെടികളാണ് നമ്മൾ നട്ട് വളർത്തിയതൊന്നുമല്ല, തനിയെ പൊടിച്ച് വന്നതാണ്. നമുക്ക് വൃത്തിയാക്കാനൊന്നും ടൈമില്ല. എൻ്റെ അമ്മാമ്മ വീട്ടിലൊക്കെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കുറേ ദിവസമായിട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ കുറേ ദിവസം നിൽക്കുമ്പോൾ ഞാൻ ടെറസിലും മുറ്റത്തൊക്കെ നിന്ന് പുല്ലായിട്ടുള്ള പുല്ലും അങ്ങനെയൊക്കെ കാട്ടുചെടിയൊക്കെ ഞാൻ പറിച്ച് കളയാറുണ്ട്. ഇതാണെങ്കിൽ ഞാനാണെങ്കിൽ ഇന്നലെ രാവിലെ വന്നിട്ട് ഇന്ന് വൈകുന്നേരം പോകും ഞാൻ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്ന് ശരിയാക്കാത്തതെങ്കിലും ഞാൻ ശരിയാക്കാൻ പോകും. നമുക്ക് ഇനി മുറ്റത്തെ കഴിച്ചുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, മുറ്റത്ത് ഗാർഡൻ അല്ലാതെ വേറൊരു വലിയ ഒരു തെറ്റി ചെടി ഉണ്ടെന്നും അതിൻ്റെ സൈഡിൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞു തൈകളും കൊണ്ടുവച്ചിട്ടുണ്ട്. കാണിച്ചു തരും. തെറ്റീൻ്റെ കുഞ്ഞു തൈകളാണ് നമ്മൾ കൊണ്ടുവച്ചിരിക്കുന്നത്. നല്ല തെറ്റി വലിയൊരു ചെടിയാണെങ്കിൽ നോക്കൂ, നേരത്തെ കാട്ടിയിട്ട് നന്നായിട്ട് വലുതുമായിട്ടുണ്ട്. പിന്നെ പൂക്കളും കുറേ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തെറ്റിയൊക്കെ കൂടുതലാവുന്ന സമയം നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇത് കുറച്ച് പിച്ച് പൂ മാത്രം കൊരുത്ത് രണ്ട് മാലയായിട്ട് നമ്മളൊരു മുരുകൻ കോവിൽ കൊണ്ടുപോകും. 2 മാലയായിട്ടാണ് കൊണ്ടുപോകുന്നത്. 2 ദൈവന്മാർക്കും ഒക്കെ ഇടാൻ വേണ്ടി. ഇതിൻ്റെ ഇടയിലൊക്കെ മുല്ലയും പിന്നെ റോസയൊക്കെ ഉണ്ട്. ഇതിലും തെറ്റി വലിയതായതുകൊണ്ട് അതൊന്നും അത്ര കാണാൻ പറ്റില്ല. നമ്മൾ ഗാർഡനിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ ഈ മുളകൊന്നും നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ മുളക് വെച്ചിട്ടുണ്ട്. പിന്നെ കത്തിരിക്കയും കത്തിരിക്കയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടില്ല. ഫ്രഷ് വീഡിയോയിലാണ് ഞാൻ കാണിക്കുന്നത്. നേരത്തെ നമ്മൾ വച്ചിട്ടായിരുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു കുഞ്ഞൻ കത്തിരിക്കയായിട്ടുണ്ട്. പിന്നെ ഇവിടെ റോസാക്കമ്പുണ്ട്, ചെമ്പരത്തിയുണ്ട്, കറ്റാർവാഴയുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ, ഞാൻ അന്ന് കാണിച്ചിരുന്ന മുരിങ്ങ, ഒരു തെളുപ്പ് പോലും വരാത്ത അതിൻ്റെ തടിയായിട്ട് നമ്മൾ നിർത്തിയിരുന്ന ആ മുരിങ്ങ എത്ര വലുതായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങ് നല്ല വലുതായിട്ടുണ്ട്. ഇതേപോലെ 3 നിപ്പുണ്ട്. എനിക്ക് 3 ഉണ്ട്. അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ തടി മാത്രമാണ് വച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചത്. ഇപ്പം നോക്കുന്നു, അങ്ങ് ദൂരെ വളർന്നു വരെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മാമ്മ നമ്മളൊക്കെ പൊട്ടിച്ചിട്ട് എൻ്റെ വീട്ടിലും വല്യമ്മേൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോകാറുണ്ട്. എന്നിട്ട് നമ്മൾ തോരൻ വയ്ക്കും. ഇത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ, എൻ്റെ അമ്മ വീട്ടിൽ തന്നെ നമ്മൾ ഒരു മായമൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ പോവാം. ഇപ്പോഴത്തെ വാഴയും അത്ര വലുതായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു തനി വളർന്നതാണിത്. ഇവിടെ ഒരു മുളകുണ്ട്, ഇവിടെ ഒരു അത്യാവശ്യം ഇതുണ്ട്. പിന്നെ നോക്കൂ, മാവിന് ചെറുതായിട്ട് 2 തിളിർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മുരിങ്ങയ്ക്ക ഇതൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഉണ്ടോ? ഇതത്ര വളർന്നിട്ടില്ല, നമ്മൾ പിന്നീടാണ് വെച്ചത്, അതുകൊണ്ടായി. പിന്നെ ഗൈസ് ഇവിടെ ഇതുണ്ട്. നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഈ കായില്ലേ, നമ്മളെ തെറ്റീൻ്റെ അത് നന്നായിട്ട് ഇതേപോലെ പഴുത്ത് വരുമ്പോൾ നമുക്ക് തിന്നാൻ പറ്റും. അതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിത് അവസാനം നമുക്ക് ഇതെല്ലാം കാണിക്കാം. ഈ മുരിങ്ങയ്ക്ക് അത്ര വളർന്നിട്ടില്ല. പിന്നെ ഇവിടെ പ്ലാവ് അത്ര വളർന്നിട്ടില്ല. ഇത്രയേ ഉള്ളൂ ഗാർഡന്. മുറ്റവും ടെറസിൻ്റെ ഓപ്പൺ ടെറസ് എല്ലാം ഞാൻ ചെന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് കഴിക്കാം. ആദ്യം തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചത് കഴുകണം. കാരണം അവിടെ സൈഡിൽ വല്ല പുഴുവോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് കഴിയും.
പിന്നെ നിഷിനെ കഴിച്ചു നോക്കാം. നല്ല രുചിയുണ്ട്. പക്ഷെ ചെറുതായിട്ടൊരു പച്ചയുണ്ട്, അതിൻ്റെ ഒരു കറയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും ബൈ.